ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ. അന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് എങ്ങനെ പഠിക്കണം, ഓൺലൈൻ പഠിക്കണോ ഓഫ്ലൈൻ പഠിക്കണോ, കോഴ്സിൻ്റെ ഫീസ് എത്രയാണ്, ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ, വർക്ക് ഫ്രം ഹോം ജോലി കിട്ടുമോ, ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾ ഇപ്പം തന്നെ അത് പോയിട്ട് കണ്ടിട്ട് വന്നോളൂ. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയാൻ പോണതെന്ന് ഞാൻ ക്വിക്കായിട്ടൊന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടും, നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോസ്റ്റ് കോഴ്സ് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ, എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലെ സിലബസ് എന്ന് പറയുന്നത്, എങ്ങനെ നിങ്ങൾക്ക് സിലബസ് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ സിലബസ് കമ്പയർ ചെയ്യാൻ പറ്റുമോ, പിന്നെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യും, ഈ മെൻറ്റർഷിപ്പ് അത്യാവശ്യമാണോ ഈ കോഴ്സിൽ, എന്താണ് ഈ ഫുൾ സ്റ്റാക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, എന്തുകൊണ്ടാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല ഫീസ് ചാർജ് ചെയ്യുന്നത്, കോഴ്സ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുമോ, പഠിച്ചു കഴിഞ്ഞാൽ ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണോ, പിന്നെ നിങ്ങൾക്കൊരു ബിസിനസ് മൈൻഡ് സെറ്റ് ആവശ്യമുണ്ടോ ഇത് പഠിക്കാനായിട്ട്, വൺസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പിനാണോ ജോബിനാണോ പോകേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എത്ര സാലറി കിട്ടും എന്നുള്ളത്. ഫസ്റ്റ് ഇയർ നിങ്ങൾ സാലറിക്ക് അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ എക്സ്പീരിയൻസ് നന്നായി ഗെയിൻ ചെയ്യാനുമാണ് നിങ്ങൾ ആ ഫസ്റ്റ് ഇയർ മാറ്റി വെക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും. അതായത് നിങ്ങൾക്ക് നല്ലൊരു ഉയർന്ന കരിയറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ ആണ് സ്ട്രോങ് ആക്കേണ്ടത്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപ തൊട്ടാണ് ആവറേജ് സാലറി പാക്കേജ് വരുന്നത് ഒരു ഫ്രഷർക്ക്, ഡിജിറ്റൽ മാർക്കറ്റർക്ക്. ഇനി നിങ്ങളുടെ സ്കില്ലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കമ്പനീനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 20-25 ഒക്കെ കിട്ടുന്ന സ്റ്റുഡൻസും ഉണ്ട്. ശരിക്കും നിങ്ങളുടെ സാലറി ഗ്രോത്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ 1 year ആണ്. 2 years 3 years ഒക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഒക്കെ പ്രതീക്ഷിക്കാം. അടുത്തത്, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പോസ്റ്റ് കോഴ്സ് സപ്പോർട്ട്. ഇത് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികളോടോ ഇത് ചോദിക്കേണ്ടതുമാണ്. അതായത് വൺസ് നിങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് കുറേ ഡൗട്ട്സുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വൺസ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അത്. അടുത്ത ഒരു കാര്യമാണ് സിലബസ് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വിലയിരുത്താൻ പറ്റില്ല. കാരണം ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നവരുണ്ട്, ചിലർ മേജർ ടോപ്പിക്സ് മാത്രം കൊടുക്കുന്നവരുമുണ്ട്. അപ്പോൾ നമുക്ക് സിലബസ് മാത്രം വെച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ട് എളുപ്പമുള്ള കാര്യമല്ല. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ അക്കാഡമീസിൻ്റെയും ടീച്ചിങ് മെത്തഡോളജീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, അവർ സിലബസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിക്കണം എന്ന് നിർബന്ധമില്ല, ചിലർ എക്സ്ട്രാ കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും ഒരു സീക്രട്ട് സിലബസ് ഉണ്ടാവും. അവരത് ഷെയർ ചെയ്യാത്തത്, അവർ എയിം ചെയ്യുന്നത് അവരുടെ സ്റ്റുഡൻസ് യുണീക്ക് ആവണം അല്ലെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, അതുകൊണ്ടാണ് അവരത് ഷെയർ ചെയ്യാത്തത്. എല്ലാവർക്കും ഇതുപോലെ ഒരു സീക്രട്ട് റെസിപ്പി അല്ലെങ്കിൽ സീക്രട്ട് സിലബസ് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യും എന്നുള്ളത്. ഇത് ഭയങ്കര ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ശരിക്കും പറയാൻ പറ്റുക ഒരു റിക്രൂട്ടർക്ക് മാത്രമാണ്. അതായത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള ഒരു റിക്രൂട്ടർക്ക് മാത്രമാണ് ഇതിന് ആൻസർ പറയാൻ പറ്റുള്ളൂ. അവർക്ക് ശരിക്കും പറയാൻ പറ്റുമോ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നൊക്കെ അവർക്ക് മാത്രമാണ് അതിനൊരു ആൻസർ പറയാൻ പറ്റുള്ളൂ. ചിലവർ പറയും അവിടെ പഠിച്ച കുട്ടികളോട് ചോദിച്ചാൽ മതിയെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല അറിയാൻ പറ്റുള്ളൂ. മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് പൊട്ടയാണെന്ന് അവരെങ്ങനെയാണ് പറയാൻ പറ്റുക, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ അവരറിയുന്നില്ലല്ലോ. അപ്പോൾ അതിനങ്ങനെ നമുക്ക് അതൊരു മെത്തേഡായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ലാതെ പോയിട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അതായത് ഓൾ യു നീഡ് ഇസ് എ ഗുഡ് മെൻറ്റർ. നിങ്ങൾക്കൊരു നല്ല മെൻറ്റർ ഉണ്ടെങ്കിൽ അത് തന്നെ മതി. ചില വളരെ സീനിയർ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സ് ഉണ്ട്, പഠിപ്പിച്ച് തരാൻ വില്ലിങ് ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് പഠിക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനൊക്കെ കിട്ടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അതും ഒരു നല്ലൊരു മെത്തേഡാണ്. അതുപോലെ നിങ്ങൾ അവർക്ക് ഒരു ഡീസൻറ്റ് എമൗണ്ട് പേ ചെയ്യണം. കാരണം അവരുടെ ടൈമൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കില്ലേ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിന് നമ്മൾ വാല്യൂ കൊടുക്കണം അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഡീസൻറ്റ് എമൗണ്ട് അവർക്ക് പേ ചെയ്യണം എന്നുള്ളത് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ
ഇതൊരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്, സർട്ടിഫിക്കറ്റ് ബേസ്ഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് മറ്റേ ഓപ്ഷൻ എടുക്കാതിരിക്കേണ്ട അങ്ങനെ ആവശ്യമൊന്നുമില്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല ഫീസാണ് വാങ്ങിക്കണത്, അങ്ങനെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെയിം കോഴ്സ് സെയിം ഡ്യൂറേഷൻ അതിന് വലിയ ഫീസ് വാങ്ങിക്കുന്നു, ചിലർ ചെറിയ ഫീസ് വാങ്ങിക്കുന്നു. അപ്പോൾ വലിയ ഫീസ് വാങ്ങിക്കുന്നു എന്ന് വെച്ചിട്ട് അവിടെ കുറേ പഠിപ്പിക്കുമോ അല്ലെങ്കിൽ ഇവിടെ കുറച്ചേ പഠിപ്പിക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല ശരിക്കും. അതായത് എല്ലാ ബിസിനസ്സിനെയും പോലെ ഇതും വർക്ക് ചെയ്യുന്നത് സപ്ലൈ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. അവിടെ അവർക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഫീസ് കൊടുത്ത് പഠിക്കാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ ഫീസ്, അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് അവിടുത്തെ ഫീസ്. ചില കമ്പനീസ് ഫീസ് കുറവ് വാങ്ങിക്കുന്നത് മേ ബി അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്ന് വെച്ചിട്ട് അവിടെ പഠിപ്പിക്കില്ല എന്നോ അല്ലെങ്കിൽ ആ സെയിം സിലബസ് തന്നെയായിരിക്കും ചിലപ്പോൾ അവിടെ പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഫീസിൻ്റെ ഡിഫറൻസ് കൊണ്ട് മാത്രം നമ്മൾ എന്താ പറയുക ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും വിലയിരുത്താനും പാടില്ല. നമ്മളെപ്പോഴും ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുക. ജോയിനിങ് സമയത്ത് കുറേ കുട്ടികൾ ചോദിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണോ എന്ന്. ഇപ്പോഴത്തെ ഡിമാൻഡ് വെച്ച് നോക്കുമ്പോൾ നന്നായി പഠിപ്പിക്കുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചൊരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് വരെ ജോലി കിട്ടാനുള്ള സിറ്റുവേഷനൊക്കെ ഇപ്പോൾ ഉണ്ട്. സ്മാർട്ട് ഫോക്സിൽ പഠിച്ചിട്ടുള്ള ഒരു 95% സ്റ്റുഡൻസും പ്ലേസ്ഡ് ആണ്. അതിലെല്ലാ തരത്തിലുള്ള കുട്ടികളും ഉണ്ട്. അടുത്തത് മൈൻഡ് സെറ്റ് ആൻഡ് മെൻറ്റാലിറ്റി. അൾട്ടിമേറ്റ്ലി നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ എടുക്കാമെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടാണല്ലോ പോകുന്നത്. അപ്പം നിങ്ങൾ ബിസിനസ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ബിസിനസ് ഓണർ പോയിന്റ് ഓഫ് വ്യൂലും കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂലും ഒരേ സമയം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് വേണം. ഓരോ ബിസിനസ്സും സൊസൈറ്റിയിലുള്ള ഒരു വലിയൊരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്. അതിന് റിട്ടേൺ ആയിട്ടാണ് അവരൊരു പൈസ വാങ്ങിക്കുന്നത്. അടുത്തത് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകണോ ഇന്റേൺഷിപ്പിന് പോകണോ. ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് തന്നെ പോയിക്കോളൂ. ഇനി അതല്ല നിങ്ങൾക്കൊരു ഗ്യാപ്പ് എടുക്കാൻ ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല, അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണോ 3 മാസം 2 മാസം ഞാൻ ജോലി 15,000 രൂപയ്ക്ക് ജോലി കിട്ടിയാലേ പോകും അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് ജോലി കിട്ടിയാലേ പോകും, അങ്ങനെ വാശി പിടിച്ചിരിക്കേണ്ട. കാര്യം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനാണ് മാക്സിമം നോക്കേണ്ടത്. നമുക്ക് പ്രാക്ടിക്കലി ചെയ്യണം, ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ളതോ ഫ്രീ ആയിട്ടുള്ളതോ സ്റ്റൈഫൻഡ് ഉള്ളതോ ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് എടുക്കാം. അവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റണം. അല്ലാതെ ചുമ്മാ വെറുതെ പോയിട്ട് വരിക അങ്ങനെ ഒരു സെറ്റപ്പ് അല്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രാക്ടിക്കലി നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്റേൺഷിപ്പ് പെയ്ഡ് ആയാലും ഫ്രീ ആയാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കുറേ പേര് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കമ്പയർ ചെയ്ത് സിലബസ് കമ്പയർ ചെയ്ത് 5-6 മാസം ഇങ്ങനെ കമ്പയർ ചെയ്ത് നടക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ബേസിക് എൻക്വയറി ചെയ്യുക, ഇപ്പോഴത്തെ കുറച്ച് നോളജൊക്കെ വെച്ചിട്ട് അത് വെച്ച് നിങ്ങൾക്കൊരു ഗട്ട് ഫീൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുക. നമുക്ക് ശരിക്കും വേണ്ടത് ഒരു നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റിയാണ് വേണ്ടത്. യു ഡോണ്ട് ഹാവ് ടു സീ ദ വോൾ സ്റ്റെയർ കേസ്, യു ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്ര നേരം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ റിയൽ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് ഒന്നും വന്നിട്ടില്ല. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബേസിക് ടോപ്പിക്കുകൾ നമുക്ക് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.